നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിക്കുന്ന, അതേസമയം വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അഭിസംബോധന ചെയ്തു. അന്ന് അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് മന്ത്രിസഭയ്ക്ക് താങ്ങും തണലുമായി ചില അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. മുൻ മന്ത്രിസഭകളുടെ എല്ലാം കാര്യത്തിൽ ഈ അവതാരങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം അവതാരങ്ങളെ ഞാൻ ഇവിടെ അടുപ്പിക്കില്ല. ഇടതുപക്ഷ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഈ അവതാരങ്ങൾക്ക് ഒരു ഇടപാടും നടത്താൻ അവസരം നൽകില്ല എന്നൊക്കെയാണ് അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ പിന്നീട് കണ്ടത് അവതാരങ്ങൾ തലങ്ങും വിലങ്ങും കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ആ 10 വർഷത്തെ ഭരണത്തിന് ജനം നല്ല മറുപടി കൊടുത്ത് അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തി. ഇപ്പോഴിതാ UDF മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. ഈ UDF മന്ത്രിസഭയിലും ഇത്തരം ചില പുഴുക്കുത്തുകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് സെൻട്രൽ ഇൻ്റലിജൻസ് ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. അവർ ഒരു റിപ്പോർട്ട് മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ, പ്രത്യേകിച്ചും ചില മാധ്യമ പ്രവർത്തകർ, അവർ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നതാണ് ആ വിവരം. അതായത് ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലടക്കം ഇത്തരത്തിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ജോലി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാർ വലിയ ചരടുവലി നടത്തുന്നുണ്ട്, വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും മുസ്ലിം ലീഗ് ആണ് ഇതിൻ്റെ പുറകിൽ എന്ന്. എന്നാൽ ലീഗിന് അല്ല ഇതിൽ പങ്ക്. മുസ്ലിം ലീഗ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഇവരെ അകറ്റി നിർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പകരം UDFനെ നയിക്കുന്ന കോൺഗ്രസ്സിലെ ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കടന്നു കയറാൻ, തന്ത്രപ്രധാന സ്ഥാനങ്ങൾ കൈയടക്കാൻ ആണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. അതിൽ അവർ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ലിജു തുടങ്ങിയവർ, ഇവരൊക്കെ നല്ല മന്ത്രിമാരാണ്. ഇവരെക്കുറിച്ച് അങ്ങനെ മോശം ചരിത്രമൊന്നും നമ്മുടെ മുന്നിൽ ഇല്ല. ഇവർ വലിയ അഴിമതിക്കാരാണെന്നോ ഇവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ ഒന്നും മുമ്പ് ഇവരുടെ പൊതുജീവിതത്തെക്കുറിച്ച് നമുക്ക് സംശയിക്കത്തക്ക ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും ആ ട്രാക്ക് റെക്കോർഡ് അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. ഈ മന്ത്രി പദവികളിൽ ഇരിക്കുമ്പോൾ ഇത്തരം അവതാരങ്ങൾ ഒപ്പം കടന്നുകൂടി ഇവരെ കൂടി വെള്ളത്തിലാക്കും എന്നുള്ളതാണ് വസ്തുത. മുമ്പ് അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് സെൻട്രൽ ഇൻ്റലിജൻസ് മുകളിലേക്ക് നൽകിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ചില ആൾക്കാർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അതിൻ്റെയൊക്കെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലർ, അവർ ഈ ഏതാണ്ട് 3 പേരുടെ പേരുകളാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. അവർ ഇതുപോലെ ആഭ്യന്തര വകുപ്പിലും എക്സൈസ് വകുപ്പിലും പിന്നെ മറ്റു ചില വകുപ്പുകൾ, ധനകാര്യ വകുപ്പ് ഉൾപ്പെടെയുള്ളവ സംശയിക്കുന്നുണ്ട്. അതിലൊക്കെ നുഴഞ്ഞു കയറാൻ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ സമ്മർദ്ദം കോൺഗ്രസ് പാർട്ടിക്ക് മേൽ അവർ ചെലുത്തുന്നുണ്ട് എന്നതാണ് കിട്ടുന്ന സൂചന. എന്തായാലും ലീഗ് ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുന്നതിൽ ലീഗ് നേതൃത്വം വലിയ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. അവർ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സഹകരിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ആരെ എവിടെ ഇരുത്തണം, എപ്പോഴിരുത്തണം, എങ്ങനെ ഇരുത്തണം എന്നൊക്കെ ലീഗിന് അറിയാമെന്നാണ് തോന്നുന്നത്. ഞാൻ ലീഗിനെ വെള്ളപൂശുകയല്ല.
ഈ കാര്യത്തിൽ എന്താണോ വാർത്ത, എന്താണോ എനിക്ക് ലഭിച്ച ആ എക്സ്ക്ലൂസീവ് സ്കൂപ്പ്, അത് ഞാൻ അതേപടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് കരുതരുത് ദയവായി. എന്തായാലും ഈ ആഭ്യന്തര വകുപ്പിലും എക്സൈസ് വകുപ്പിലുമൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടർക്ക് നല്ല ഉദ്ദേശമല്ല ഉള്ളത്. നമുക്കറിയാം, ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ നാട്ടിലെ ക്രമസമാധാന തകർച്ചയാണ്. സ്ത്രീ സുരക്ഷ എന്നത് പേരിന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത വണ്ണം അധപ്പതിച്ചിരിക്കുന്നു. നമ്മുടെ പോലീസിംഗ് സംവിധാനം ആകെ തകർന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്ര ഏജൻസിയായ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ നമ്മുടെ ഈ തലസ്ഥാനത്ത് തന്നെ ആക്രമിച്ചത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ആഭ്യന്തര വകുപ്പിലും എക്സൈസ് വകുപ്പിലുമൊക്കെ നുഴഞ്ഞു കയറാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ UDF സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഒരു പ്രഖ്യാപനം നടത്തി. അതായത് മയക്കുമരുന്ന് വേട്ട സർക്കാർ ശക്തമാക്കും. ഇന്ന് നമ്മുടെ സ്കൂളുകൾ തുറക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ, പിഞ്ചോമനകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ വരെ വലിയ പ്രതീക്ഷയോടെ, വലിയ സ്വപ്നങ്ങളുമായി അവർ തങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മാതാപിതാക്കളാകട്ടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത് വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി, വലിയ വലിയ മോഹങ്ങളുമായിട്ടാണ് അവർ തങ്ങളുടെ പിഞ്ചു മക്കളെ സ്കൂളിലേക്ക് വിടുന്നത്. ഈ കൊച്ചു കുട്ടികളെ, അതായത് ഹൈസ്കൂൾ തലം തൊട്ട് അങ്ങോട്ട് പഠിക്കുന്ന കുട്ടികളെ മുഴുവനും കൈപ്പിടിയിലൊതുക്കുന്ന ഒരു നീരാളിയായി ഈ മയക്കുമരുന്ന് ലോബി നമ്മുടെ നാട്ടിൽ തഴച്ചു വളർന്നിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇടതുഭരണത്തിൽ നമ്മളതിൻ്റെ തിക്തഫലങ്ങൾ ഒരുപാട് കണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നടു റോഡിൽ പിടഞ്ഞു വീണ് മരിച്ചത് എങ്ങനെയെന്ന് നമുക്കറിയാം. അതിക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ അതിപൈശാചികമായി വകവരുത്തുന്നു. ഇതൊക്കെ മയക്കുമരുന്നിൻ്റെ സ്വാധീനമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? അങ്ങനെയുള്ള മയക്കുമരുന്ന് വേട്ട നമ്മുടെ സർക്കാർ അതിനെതിരെ ശക്തമാക്കിയിരിക്കുമ്പോൾ ഇത്തരം അവതാരങ്ങൾ ഇവിടെയൊക്കെ നുഴഞ്ഞു കയറുന്നതിൽ വലിയ ആപത്തുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. നമുക്കറിയാം, തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ചില സംഘടനകൾക്കൊക്കെ ഈ മയക്കുമരുന്ന് ലോബിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ വളരെ സൂക്ഷിക്കണം, വളരെ ജാഗ്രതയോടെ വേണം ഈ വിഷയത്തിൽ സർക്കാർ നിലപാടുകൾ സ്വീകരിക്കാൻ, പദവികൾ നൽകാൻ, നിയമനങ്ങൾ നടത്താൻ. എന്തായാലും ആഭ്യന്തരമന്ത്രിയും എക്സൈസ് മന്ത്രിയുമൊക്കെ അതീവ ജാഗ്രത പുലർത്തട്ടെ. അല്ലാത്ത പക്ഷം വലിയ വില ഈ സർക്കാർ നൽകേണ്ടി വരും. ജനങ്ങൾ 102 സീറ്റുമായിട്ട് ഈ മുന്നണിയെ അധികാരത്തിലേറ്റിയത് വലിയ പ്രതീക്ഷയോടെയാണ്. ആ പ്രതീക്ഷ നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും. അതിൻ്റെ ഇടയിൽ ഇത്തരം പുഴുക്കുത്തുകൾ കടന്നുകൂടിയാൽ അത് സർക്കാരിന് ഗുണമല്ല ചെയ്യുക, വലിയ ദോഷമായിരിക്കും ചെയ്യുക. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി കുറേ കൂടെ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും. തൽക്കാലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പകരം സർക്കാർ അധികാരമേറ്റതേ ഉള്ളൂ. ആ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. എന്നാൽ ആപത്തിനെക്കുറിച്ച് മുൻകൂട്ടി ധാരണ നൽകുകയും വേണം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അതാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സർക്കാർ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകട്ടെ. ഇത്തരം ആൾക്കാരെ, ഇത്തരം അവതാരങ്ങളെ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെടുത്താതിരിക്കാൻ മന്ത്രിമാർ ശ്രദ്ധിക്കട്ടെ. അവർ അതീവ ജാഗ്രതയോടുകൂടി കൃത്യമായി പോലീസ് വെരിഫിക്കേഷനും ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ ശേഖരിച്ചുകൊണ്ട് മാത്രമേ ഓരോ മന്ത്രിയും തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിലെ, അത് ഏറ്റവും താഴെത്തട്ടിലെ ഒരു പിയൂൺ മുതൽ ഓഫീസ് അറ്റൻഡർ മുതൽ മുകൾ തട്ടിലെ വകുപ്പ് സെക്രട്ടറി വരെയുള്ള, പേഴ്സണൽ സെക്രട്ടറി വരെയുള്ള എല്ലാവരെയും
ഈ നിർബന്ധിതമായ ഒരു സ്ക്രീനിങ്ങിന്, ഒരു പരിശോധനയ്ക്ക് ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും അതിശക്തമായ ഒരു പരിശോധനയ്ക്കും വിലയിരുത്തലിനും ശേഷം മാത്രമേ ഇവരെ നിയമിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ എളിയ അപേക്ഷ. അത് തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയ്ക്ക് ഭൂഷണമായിരിക്കും. നല്ല ഉദ്യോഗസ്ഥരെ നിയമിക്കുക, നല്ല പ്രവർത്തനശേഷിയുള്ളവരെ കണ്ടെത്തി പദവികളിലേക്ക് നിയോഗിക്കുക. അത് തീർച്ചയായിട്ടും സർക്കാരിനും ജനത്തിനും ഒക്കെ ഗുണം ചെയ്യുകയുള്ളൂ. മറിച്ച് ഏതെങ്കിലുമൊക്കെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അതായത് ഇതുപോലെയുള്ള അവതാരങ്ങളെ ഉന്നത പദവികളിൽ നിയോഗിച്ചാൽ, ഇത്തരത്തിൽ നിയമിച്ചാൽ അതിൻ്റെ വിലയും ഈ സർക്കാർ തന്നെ നൽകേണ്ടി വരും. ജാഗ്രത.